Guys, you might have seen the last video. Flashback. നീ ഓടിക്കുന്ന വണ്ടികൾ പോലെ ഉണ്ട്. എന്റെ ഒരു ഇതിൽ നിൽക്കുന്ന സാധനം നാളെ ഓടിച്ചോട്ടെ. ചേച്ചീനെ ഞാൻ ചേച്ചിയുടെ വണ്ടിയിൽ എന്താ പറയുക BMCയുടെ ഇൻടേക്കായിട്ട് സർപ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച പോലെ ഒട്ടും പോയില്ല. ഷി വാസ് എ ബിറ്റ് പിസ്ഡ്. സോ നമ്മളിനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചീനെ ഈ വണ്ടി ഒന്ന് ഓടിപ്പിച്ച് നോക്കും. ഞാനായിരുന്നു ഇപ്പോൾ എത്ര നേരം ഓടിക്കണ്ടായിരുന്നു. ചേച്ചി ഒരു കേക്കിൻ്റെ ഒരു ഡെലിവറി കൊടുക്കാൻ പോയിക്കാണ്. സോ ചേച്ചി വന്നിട്ട് നമ്മൾ ചേച്ചിയുടെ റിയാക്ഷൻ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ലെറ്റ്സ് സീ ഇഫ് ദെയർ ആർ എനി ചേഞ്ചസ് ഓൺ ഹൗ ഷീ ഫീൽസ് അബൌട്ട് ദ കാർ. നമ്മൾ ചേച്ചിയാണ് ഡ്രൈവ് ചെയ്യണേ. ഇതുവരെ ഓടിച്ചിട്ട് വലിയ ഡിഫറൻസ് തോന്നുന്നുണ്ട്. സോ അതാണ് ഈ സാധനത്തിന്റെ സ്പെഷ്യൽ. ഓക്കെ, സോ റിയാക്ഷൻ വീഡിയോ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. നമുക്ക് പോൾ സ്ക്രീമറി കയറിയിട്ട് അവിടെ നിന്ന് വല്ല കഴിച്ചിട്ട് ഓക്കെ ഓക്കെ. എനിക്ക് വിശക്കുണ്ട്. ചേച്ചി നല്ലൊരു അടിപൊളി റേറ്റിലാണ് ഞാൻ ടെക്കി തന്നിട്ടുള്ളത്. കേശോട്ട് അതങ്ങനെ കേൾക്കുന്നുണ്ടോ? സോ ഗൈസ്, വി ആർ ഹിയർ അറ്റ് പോൾസ് ക്രീമറി. റിയാക്ഷൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. ബട്ട് നെവർ മൈൻഡ്. ഫ്രണ്ട്ലി ഒന്നും മേടിച്ചില്ല. ഫാസ്റ്റ്ലി കഴിഞ്ഞ് 15 മിനിറ്റ്സിന് മേലെ ചില ദിവസമൊന്നും വയ്ക്കാൻ പറ്റില്ല. സോ അത് മെൽറ്റ് ആവുന്നു. സോ ഐ ഗെസ് വേറെ ദിവസം വരാം. നൗ ബാക്ക് ടു ദ റിയാക്ഷൻ വീഡിയോ. യെസ്, അവിടെ നിന്ന് വണ്ടി പുറത്തേക്ക് എടുക്കുന്നത് കുറച്ച് ടാസ്ക് ആയിരിക്കും കേട്ടോ. ബാക്കിൽ ഫുൾ ബ്ലോക്കാണ്. സോ റിയാക്ഷൻ വീഡിയോ എന്തെങ്ങാനും കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കൊരു പിടുത്തമില്ല. കാരണം മാതിരി ബ്ലോക്കാണ് അവിടെ. ഐ തിങ്ക് യു ഗൈസ് ക്യാൻ സീ ഇൻ മൈ കണ്ണട. ക്യാമറ വെച്ച് കാണിച്ചാൽ പോലെ. സോ ദിസ് ഈസ് വെരി വെരി ബാഡ് അവസ്ഥ. റിയാക്ഷൻ വീഡിയോ കിട്ടണമെങ്കിൽ നമുക്ക് വണ്ടിക്ക് കാല് കൊടുക്കാൻ പറ്റണം. കാല് കൊടുക്കണമെങ്കിൽ അതിനുള്ള റോഡ് വേണം. അതില്ല. ഓക്കെ, നെവർ മൈൻഡ്. കാലി റോഡ് പോലെ കണ്ടു. ബട്ട് തോന്നലാണ് കാലി റോഡാന്ന്. എല്ലായിടത്തും ബ്ലോക്കാ. പിന്നെ പെട്രോൾ തീരാറുണ്ട്. സോ വി ഹാവ് ടു റീഫ്യൂൽ. ഓ ഗോഡ്, എവിടെ ഉറക്കത്തിലായിരിക്കും. അയ്യോ, ഞാനങ്ങനെ തിരികെ കൊണ്ടുവരുന്നത് എനിക്ക് ട്രാഫിക് നിൽക്കാൻ വേണ്ടിയാ. റീഫ്യൂൽ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. ഇവിടെ നിന്ന് എന്തായാലും ഈ അടുത്തൊന്നും നല്ല റോഡ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേസ് ലെറ്റ്സ് സീ. ഇതുവരെ ഓടിച്ചിട്ട് വണ്ടി ചെയ്യുന്നുണ്ട്. പവർ ഡിഫറൻസ് അറിയണ്ടോ? ഓക്കെ, ക്രോസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 1.25 മണിക്കൂർ എടുക്കുന്നതായിരിക്കും. വാവ്, പെട്ടെന്ന് കിട്ടിയല്ലോ. ദാറ്റ് ഈസ് ലക്ക്. എൻ്റെ അമ്മേ, ഗോഡ് ഐ ഹേറ്റ് ദിസ് പ്ലേസ്. ഇവിടെ എന്തൊക്കെ ട്രാഫിക്കാല്ലേ. ട്രാഫിക്ക് മാത്രം. ഹർത്താലിൻ്റെ അവിടെ വരാണെങ്കിൽ വരെ ഇവിടെ ട്രാഫിക് ഉണ്ടാവും തോന്നുന്നു. പക്ഷെ ഞാൻ എന്തായാലും കാണിച്ചു തരും. പക്ഷേ എപ്പോൾ കാണിച്ചു തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല. ഐ മീൻ പറയാൻ പറ്റില്ല. ഇത് കുറച്ചധികം നേരം എടുക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ട്രാഫിക്കിൽ വിട്ടിരിക്കണം. നമുക്കൊരു ഓപ്പൺ റോഡ് കിട്ടിയാലാണ് ആ വണ്ടിയുടെ ഫിൽറ്ററിൻ്റെയും ഇതിൻ്റെയും ഫുൾ സൗണ്ട്, നമുക്ക് സൗണ്ട് ആ പെർഫോമൻസിൻ്റെ ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റുക. അതിൻ്റെ മുന്നിൽ പാർക്കുള്ള എൻ്റെ ഈ MG കോമറ്റുള്ള ആൾക്കാരൊക്കെ ലൈക്ക് ദേ ആർ ലൈക്ക് ഹാവിങ് എ ചീറ്റ് കോഡ്. അവർക്ക് ഏത് ഓട്ടോ ഓടിക്കുന്ന പോലെ എവിടെ വേണമെങ്കിലും വണ്ടി കൊണ്ടുവിടാം. വളരെ ചീറ്റ് കോഡ് പോലത്തെ ഒരു പരിപാടിയാണ്. ഇറ്റ്സ് ലൈക്ക് ബേസിക്കലി ഇലക്ട്രിക് നാനോ. ഇങ്ങനെ ഇലക്ട്രിക് നാനോ ഉണ്ട്. ബട്ട് സ്റ്റിൽ സോ ഞാൻ പേഴ്സണലി വണ്ടി ഇന്നലെ ഇൻടേക്ക് ചെയ്തിട്ട് ഞാൻ വണ്ടി നല്ലോണം പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പവർ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇൻടേക്ക് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വെച്ച് കഴിഞ്ഞാൽ കമ്പഷൻ നല്ലോണം ആവണോണ്ട് ഫ്യൂവൽ എഫിഷ്യൻസിയും കുറച്ചുകൂടെ കിട്ടും. പിന്നെ ആ സൗണ്ടും നല്ല അടിപൊളി സൗണ്ടാണ്. ബട്ട് ചേച്ചി ഇനി ഇതിൻ്റെ പെർഫോമൻസ് എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് വി വിൽ ഹാവ് ടു ടേക്ക് എ റിയാക്ഷൻ. അതുകൊണ്ടാണല്ലോ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യാമേ. ഓഫ് കോഴ്സ് ഓട്ടോ ചേട്ടന്മാർ ഇവിടെ ഫാസ്റ്റ് വീഡിയോസ് കളിച്ചുകൊണ്ടിരിക്കുക. അടുത്തതല്ല വരാം. ദിസ് ഇസ് നമ്മുടെ തൃശ്ശൂർ റൗണ്ട്. അയ്യോ, ദിസ് ഇസ് നമ്മുടെ തൃശ്ശൂർ റൗണ്ട്. ഇവിടെ
ആൾക്കാർ തൊള്ള തോന്നിയ പോലെയാണ് പോവുക. ലെയിൻ ഡിസിപ്ലിൻ പിന്നെ നമ്മുടെ നാടിനില്ലാത്തൊരു കാര്യമാണ്. ഇവിടെ ലേണേഴ്സ് ഒക്കെ വെച്ച് ഓടിക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് സത്യം അവരൊക്കെ എന്താ അവസ്ഥ അല്ലേ? എന്ത് ഇതിൻ്റെ ഉള്ളിൽ ഓടിക്കാൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ വൺ ടാസ്ക്കാണ്. അത് ശരിയാ, അത് ആക്ച്വലി ശരിയാണ്. ബട്ട് ഓടിച്ചു ഓടിക്കാൻ വേറെ വഴിയില്ലല്ലോ. സോ ഇങ്ങനെ 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 കയറ്റിക്കൊണ്ടോ അങ്ങനത്തെയും കുറെ ടീംസ് ഉണ്ട്. ഹാപ്പിയുടെ കയറ്റിക്കോ, കയറും സുഖമായി കയറും. പവറുണ്ട് പവറുണ്ട്. പൂശിക്കോ പൂശിക്കോ, കമോൺ. കണ്ട നമ്മളിനി നെക്സ്റ്റ് V12 റേസിംഗ് സൊല്യൂഷന്റെ ഓട്ടോക്രോസ് ജയിച്ചിട്ട് നടക്കുന്നതായിരിക്കും വിമൻസ് കാറ്റഗറിയിൽ. ചേച്ചി കപ്പെടുക്കില്ലേ ഓട്ടോക്രോസ് ഇറങ്ങുകയാണെങ്കിൽ? ഈ ചളിയ എൻ്റെ ഫോളോവേഴ്സ് കേൾക്കേണ്ടി വരുമല്ലോ ആലോചിക്കുമ്പോഴാണ്. ഓക്കെ, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അടുത്ത ബ്ലോക്ക് ഉണ്ടോ? അതാണ് പ്രശ്നം. ബ്ലോക്ക് ഉണ്ടോ ബ്ലോക്ക് ഉണ്ടോ ബ്ലോക്ക് ഉണ്ടോ ബ്ലോക്ക് ഉണ്ടാ? ആ എൻ്റെ പൊന്നോ. ഞാനപ്പോൾ ഫോൺ റെക്കോർഡിങ് കുറച്ച് നേരം ഓഫ് ചെയ്ത് വെക്കുകയാണ്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ സ്റ്റോറേജ് ഇപ്പോൾ തന്നെ തീരാറായി. ബ്ലോഗ് എടുത്ത് അടുത്ത് എൻ്റെ ബാറ്ററിയും തീരാറായി. ഞാൻ എപ്പോഴും നല്ലൊരു വഴി കിട്ടുകയാണെങ്കിൽ ഞാൻ റിയാക്ഷൻ കാണിച്ചു തരും. എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരും. പെർഫോമൻസ് ഞാൻ കാണിച്ചു തരും. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഇൻടേക്ക് എവിടെയാണ് ചെയ്തത്, അതിൻ്റെ കോസ്റ്റ് എത്രയാണ്, അതിൻ്റെ ഡീറ്റെയിൽസും സാധനങ്ങളൊക്കെ. സോ ഇൻസ്റ്റയിൽ ഞാൻ ഇതിൻ്റെ ഒരു റീൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ജാപ്റ്റ്യൂ എന്ന് പറഞ്ഞ അക്കൗണ്ട് എൻ്റെ പ്രൊഫൈലിൽ സെർച്ച് ചെയ്താൽ മതി. നമ്മുടെ കേശുവേട്ടൻ്റെ തന്നെ കമ്പനിയാണ്. അപ്പോൾ അവരാണ് എനിക്ക് ഫുൾ സാധനം സെറ്റാക്കി തന്നെ വളരെ നല്ലൊരു റേറ്റിലാണ് എനിക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. പിന്നെ നല്ല പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ് എല്ലാം സെറ്റാക്കിയേക്കണത്. അപ്പോൾ വേറെ എന്ത് മോഡിഫിക്കേഷൻ ആണെങ്കിലും, റീമാപ്സ് ആണെങ്കിലും, എക്സോസ്റ്റ് വർക്ക്സ് ആണെങ്കിലും, കിറ്റ് കൺവേർഷൻസ് ആണെങ്കിലും, റിംസ് ആണെങ്കിലും, ടയർസ് ആണെങ്കിലും, ഇൻടേക്ക് എന്താണെങ്കിലും നിങ്ങൾ കേശവേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. കേശവേട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ തരാം. അതുപോലെ ജാപ്റ്റീൻ്റെയും കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പോൾ നിങ്ങൾ ആളെ ഡയറക്റ്റ്ലി വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ചേട്ടൻ പറഞ്ഞു തരുന്നതായിരിക്കും. സോ കുത്തിത്തിരിക്കുന്നതിനുള്ളിൽ കയറ്റിയേക്കാണ്. പ്രോ ഡ്രൈവർ തന്നെ. എന്നിട്ട് നമ്മളിപ്പോ കാണിച്ചത് അതെ, ആ സ്വിഫ്റ്റുകാരൻ വലിയ കാര്യം ഈ ലൈനിൽ വരാൻ നിന്നിട്ട് നേരെ ലെഫ്റ്റ് എടുത്ത് ദേഷ്യം വന്നു. ഞാൻ ഓവർടേക്ക് ചെയ്തു. സോ നമ്മൾ ബേസിക്കലി അതാണ് ഡിവൈഡർ. നമ്മൾ ഇവിടെയാണ് ഇരിക്കണേ. അതെ, അതൊക്കെ അത്രേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമുക്കും ചെയ്യാം. നെവർ മൈൻഡ്. സിഗ്നലൊക്കെ ഇവിടുത്തെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ നല്ല കാര്യം. അവിടെ എന്തായാലും ബ്ലോക്ക് കിട്ടും, എല്ലാം കുത്തിപ്പൊളിച്ചിട്ടിട്ട്. ഗൈസ്, ആ വെസ്റ്റ് ഫോർട്ടിൻ്റെ ആ ഒരു ജംഗ്ഷൻ കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പൺ റോഡ് കിട്ടും. അപ്പം നമുക്ക് അവിടെ കൊടുത്ത് പൊളിക്കാം. ഓട്സേ അല്ല പിന്നെ ആ ബ്ലോക്കും തേങ്ങ കഴിഞ്ഞു. ഫൈനലി നമുക്കൊരു ഓപ്പൺ റോഡ് കിട്ടിയിട്ടുണ്ട്. പൊളിക്കല്ലേ? ടിപ്പിക്കൽ പ്രൈവറ്റ് ബസ്സസ്. ഫാദറിൻ്റെ റോഡാന്ന് വെച്ചാൽ ഓക്കെ. ചെറിയൊരു ഓപ്പൺ റോഡ് കിട്ടിയിട്ടുണ്ട്. ഓവർടേക്ക് ചെയ്ത് പൂശിക്കോട്ടാ. ഓക്കെ, ഗ്ലാസ് നിറക്കിയ ലോഡാണ് കുറച്ചുകൂടെ നൈസായിരിക്കുക. ഓക്കെ, പക്ഷെ അവര് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ശ്രീധരൻ കിട്ടിയ റോഡാണ്. എന്തിട്ട് പറയണേ, ആ ഒരു റോഡല്ലേ? ആ, എൻ്റെ ഒരു ഐഡിയ എനിക്കൊരു ബസ് മേടിച്ചു ഞാൻ അങ്ങനെ ഓടിക്കും. കാരണം ബസ് മേടിച്ചു കഴിഞ്ഞാൽ ശ്രീധരൻ റോഡ് ശ്രീധരൻ കിട്ടിയെന്ന് നടത്താം. മനസ്സിലായോ? അതെ, അതൊക്കെ അത്രേ ഉള്ളൂ. ചേച്ചിയുടെ ഇന്നലത്തെ റിയാക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൻഡ് യെസ്, വലിയ കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ അത് കുറച്ചുകൂടെ ഓടിച്ചു കഴിഞ്ഞാൽ ആ റെഡ് ലൈനിൻ്റെ അടുത്തൊക്കെ എത്തുമ്പോൾ ഒരു അടിപൊളി സൗണ്ട് വരും. അപ്പോഴാണ് ഈ റോഡിലെത്തില്ല, നമ്മുടെ തൃശ്ശൂർ റോഡിൽ എന്തായാലും റെഡ് ലൈൻ എത്തില്ല. ബട്ട് ലെറ്റ്സ് സീ, ഞാൻ കുറച്ചുകൂടെ നല്ലൊരു റോഡ് കിട്ടുകയാണെങ്കിൽ ലൈക്ക് ആക്ച്വൽ സൗണ്ടും പെർഫോമൻസും ഞാൻ കാണിച്ചു തരാം. ആണോ അവിടുത്തെ? ഞാൻ ഇവിടത്തേക്കോ
അത്യാവശ്യം ഓപ്പൺ റോഡ് ഉണ്ട്. ഒരാൾ വന്നിട്ട് പറയാ ഇത്തിരി ഇങ്ങോട്ട് നീക്കിയിടാണെങ്കിലേ അപ്പുറത്തെ കൂടെ ആൾക്കാർക്ക് നടക്കാൻ പറ്റുന്നു. അപ്പൊ ഈ വണ്ടികൾക്ക് ഇവിടെ നിർത്താണ്ടിരുന്ന പോരെ. അല്ല പിന്നെ ഇവിടെ പാർക്കിംഗ് എഴുതി വെച്ചിട്ടില്ലല്ലോ. എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ വേണ്ടി ഗ്ലാസ് ഇറക്കിട്ടോ. നല്ല കാലി റോഡുണ്ട്. ചവിട്ടി പൊളിച്ചോ. കമോൺ ചവിട്ടിക്കോ നല്ലോണം ചവിട്ടിക്കോ. ഇതിന് ഇത്ര ഫോണൊക്കെ ഉണ്ട്. ചവിട്ടിക്കോ. അവിടുന്ന് വല്ല വണ്ടി കയറി വരുന്നേ. പേടിക്കണ്ട, ഞാനില്ല ഇപ്പത്ത്. അതാണ് പേടി. ഇത് പോവില്ലേ, അതിനെ ഓർത്തേക്ക്. കമോൺ ഞാനിത്തിരി സ്ലോ ആക്കിട്ടത് പോട്ടെ. പോട്ടെ മീൻസ് ഇത്തിരി ഗ്യാപ്പ് ഇങ്ങോട്ട് കെട്ടുമ്പോഴേ വീട്ട് കളിങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കിട്ടിയാൽ മതിയായിരുന്നു. ചവിട്ടിക്കോ. കിട്ടും. അത് സൈഡാക്കി തന്നോളൂ. ക്ലോസ് എടുത്തിട്ട് റൈറ്റ് സ്വിങ് ചെയ്യാൻ, എന്നിട്ട് ചവിട്ടിക്കോ. നല്ലോണം ചവിട്ടിക്കോ. സൗണ്ടിങ് വലിയ വണ്ടിയുടെ ഇത്ര സൗണ്ടൊക്കെ മതിടാ. ഞാൻ ഇതിലും കൂടുതൽ സ്പീഡിലൊന്നും പോവില്ല. അല്ല, സ്ലോ വണ്ടിക്ക് കിട്ടിയ സൗണ്ട്. നല്ലോണം കാലെടുത്ത്. 5th പോണേ, അതുകൊണ്ടാ. കുറച്ച് സ്ലോ ആക്കോ. ആ ഗിയർ ഡൗൺ ആവട്ടെ. ഒരു 3rd കാലെടുത്താൽ മതി. ഫുൾ ത്രോട്ടിലെടുത്ത് ഡൗൺ ആവട്ടെ. നല്ലോണം ഡൗൺ ആവട്ടെ. ഇനി കാലെടുക്കുക. നല്ലോണം കൊടുക്കുക. സോ ഗൈസ്, ഇൻടേക്ക് ഇസ് നൗ ചേച്ചി അപ്രൂവ്ഡ്. ഇന്നലെ ചേച്ചി അപ്രൂവ്ഡ് ആയിരുന്നില്ല. ഇന്നലെ ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്, ഓടിക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നല്ല ഇനി അളിയന് വേണ്ടിട്ട് കേട്ടോ. അളിയ, ഇഫ് യു ആർ സീയിങ് ദിസ്, വണ്ടി ചേച്ചി തരാൻ ചാൻസ് കുറവാണ്. പവർ എങ്ങനെയുണ്ട് വണ്ടിയുടെ? അടിപൊളിയുണ്ട്. അത് ഭയങ്കര ഡിഫറൻസ്. സൗണ്ടിന്റെ അല്ല, പക്ഷെ വിചാരിക്കുമ്പോഴൊക്കെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നേരത്തെ നല്ലൊരു എന്താ പറയാ ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ എല്ലാം സെറ്റ് അല്ലേ? നമുക്കൊരു എക്സോസ്റ്റ് അടിച്ചാലോ? യെസ്, കേശേട്ടാ. ഇന്നലെ ഇഷ്ടമായില്ലെങ്കിലും ഇന്ന് ഇഷ്ടമായിട്ടുണ്ട്. സോ ഗൈസ്, ആർക്കൊക്കെ ഇൻടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഞാൻ കേശുവേട്ടൻ്റെ നമ്പറും അതുപോലെ ജാപ്റ്റിയുടെ കോൺടാക്റ്റും ഇൻസ്റ്റാ ഹാൻഡിലും ഞാൻ താഴെ തരാം. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അവരാണ് എനിക്ക് ഫുൾ സാധനം. അവരല്ല, കേശുവേട്ടൻ സ്പെസിഫിക്കലി ഈ വണ്ടിയുമ്പോൾ കുറച്ചധികം പണി എടുത്തിട്ടുണ്ട് ഇന്നലെ. നല്ല വിശർത്തിട്ടൊക്കെയാണ് ഈ സാധനം സെറ്റാക്കി തന്നത്. സോ നിങ്ങൾക്ക് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും, കോട്ട് അറിയാനാണെങ്കിലും എന്തായാലും നമ്പർ ഞാൻ താഴെ തരാം. ജസ്റ്റ് കോൺടാക്ട് ദം. സോ ഇതാ നമ്മൾ വീടെത്താറായിട്ടുണ്ട്. നെക്സ്റ്റ് ഇനിയിപ്പോൾ എനിക്ക് എന്തായാലും പോയിട്ട് പത്മിനി ഓഷൻ എടുക്കണം. സോ അതിന് പോകണം. ശരി, അത് കഴിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. യെസ്, അവിടെ ഞാൻ ലാൻഡ് ക്രൂസർ നൈസായിട്ട് തിരികെ വെച്ചിട്ടുണ്ട്. ഒക്കെ പറ്റും. സോ ആസ് യു ക്യാൻ സീ, ചേച്ചി അത്യാവശ്യം പ്രോ ഡ്രൈവറാണ്. എന്നെ വണ്ടി ഓടിക്കാൻ സെലരിയിൽ ഓടിക്കാൻ പഠിപ്പിച്ച് തന്നതും ചേച്ചിയാണ്. ഓക്കെ, പോട്ടെ. ഇത് ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് അതിന് ടൈം കിട്ടിയിട്ടില്ല. ഗ്ലാസ് ആയിട്ടിക്കോ. എല്ലാം സെറ്റ് അല്ലേ വണ്ടി? ഇനി നമുക്ക് അടുത്തൊരു എക്സോസ്റ്റ് അടിക്കാം. അത് സാരില്ലേ, ഞാൻ വിളിച്ചോളാം. ഇതിന്റെ പാർട്സ് ഇട്ട് ബാക്കിലുണ്ട്. മരുന്നെടുത്തോ? ഓക്കെ. കാർ ഇസ് ഫൈനലി ചേച്ചി അപ്രൂവ്. ഒന്നും ഉണ്ടാണ്ടിരിക്കും. മോനോടൊരു വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഗോഡ് അല്ല, എന്തായാലും. സോ സാനസ് ചേച്ചി അപ്രൂവ്ഡ്. ഇനി നമുക്ക് പോയിട്ട് പത്മിനിയുടെ എന്തായാലും നോക്കണം. ഐ തിങ്ക് ഐ പോസ്റ്റ് ആയിട്ട് അനദർ വ്ളോഗ്. കാരണം ഇതിപ്പോൾ തന്നെ അത്യാവശ്യം ലോങ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് ദ റിയാക്ഷൻ വാസ് ആക്ച്വലി ബെറ്റർ. ലൈക്ക് ഞാൻ ഇന്നലെ തെറിയേക്കുന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കേണ്ടായിരുന്നത്. പക്ഷേ വളരെ നല്ല റിയാക്ഷൻ ആയിരുന്നു. സോ ഗൈസ്, വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ്.